ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി മുട്ടക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള, ഒരു 2 പച്ചമുളക് കീറിയത്, ഒരു 10ഓളം വെള്ളുള്ളി അല്ലി, ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ അല്പം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു അല്പം മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കി കൊടുത്തു. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ബൗളെടുത്തു. അതിലേക്ക് ആ 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോഴിമുട്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഞാനൊരു ദോശ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 1/2 സ്പൂണോളം ഓയിൽ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ആ മുട്ട മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ആകുന്ന മാതിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ദോശ തവ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ ആ മേലത്തെ അതുകൂടി അതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുട്ട പുഴുങ്ങുന്ന പണി നമുക്ക് എളുപ്പം. ഇത് നല്ലപോലെ റോൾ ചെയ്തെടുത്താൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്കൊരു 6 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 മുട്ടയ്ക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തു. നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള, തക്കാളി, വെള്ളുള്ളി മിശ്രിതം ചേർത്ത് കൊടുത്തു. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തു. ലോ ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ മല്ലി മുളകൊന്ന് ആ എണ്ണയിലൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, സവോള, വെള്ളുള്ളി മിശ്രിതം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് നമ്മളതൊന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കണം. ഇപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ അതുകൂടി ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഗരം മസാല, ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഗ്രേവി നല്ല തിക്കാണ്. അപ്പോൾ 6 പീസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള നമ്മൾ ലൂസാക്കി കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഒരു ഭംഗിക്ക് വേണ്ടി അതും ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഈ ഗ്രേവി തിളപ്പിച്ചെടുക്കുക. അല്പം കൂടി ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയുടെ ലൂസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി നല്ലതുപോലെ ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് ഉപ്പ് ഞാൻ പോരാത്ത കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ആ കട്ട് ചെയ്ത് വെച്ച മുട്ട പീസുകൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി മുട്ടക്കറി ആയിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ സാധാ മുട്ടക്കറിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു റെസിപ്പി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഗ്രേവിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഇനി നമുക്കതൊന്നൊരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ആ ഗ്രേവി എല്ലാം തിളച്ച ആ മുട്ടയിലേക്ക് അങ്ങോട്ട് കയറി നല്ലപോലെ അതൊന്ന് വികസിച്ച് വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരല്പനേരം കഴിഞ്ഞ് അതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി മുട്ട പൊരിച്ച കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഞാനത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.